സ്വർഗത്തിൽ പോകാൻ വിളിക്കപ്പെട്ടവർ ഈ വചനം കേൾക്കുകയും ചെയ്യും. സ്വർഗത്തിൽ പോകാൻ വിളിക്കപ്പെട്ടവർ ആരെല്ലാം ഉണ്ടോ അവർ അവസാന കണ്ണി വരെയും ഈ വചനത്തിന്റെ മുമ്പിൽ വരികയും ചെയ്യും. അവർ വചനം കേൾക്കുകയും ചെയ്യും. അവർ മനുഷ്യനെ നോക്കത്തില്ല. അവരാരെ നോക്കും? ദൈവത്തെ മാത്രം നോക്കും. വചനവും നോക്കും, ദൈവത്തെ നോക്കും. പരീശന്റെ പക്ഷത്തിരിക്കത്തില്ല അവര്. പിന്നെ ഒരു ഏഴയാകുന്ന ഒരു വ്യക്തിയായിട്ട് ദൈവത്തിന്റെ മുമ്പിൽ വന്നിരിക്കും. ആ വചനം അവർ കേൾക്കും. കേട്ടിട്ട് ആ വചനം എന്നോട് എന്ത് സംസാരിക്കുന്നു? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഇന്നത്തെ വചനം ഇന്ന ആളിനോടായിരുന്നു, ഇന്നത്തെ വചനം ആ കള്ളം പറഞ്ഞ ആളിനോടായിരുന്നു, ഇന്നത്തെ വചനം അടി ഉണ്ടാക്കിയ ആളിനോടായിരുന്നു, അയ്യോ ഇന്നത്തെ വചനം ആ മദ്യപിക്കുന്ന ആളിനോടായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് എണീറ്റ് പോകും. പക്ഷേ നമ്മൾക്ക് എന്ത് വചനത്തിലൂടെ കിട്ടിയെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അതാണ് തെറ്റുപറ്റുന്നത്. നമ്മൾ ഓരോ വചനവും കേൾക്കുമ്പോൾ എന്നോട് എൻ്റെ ദൈവത്തിന് എന്താണ് സംസാരിക്കാനുള്ളത് എന്ന് എപ്പോഴും ശ്രദ്ധിക്കുന്നത് നമുക്ക് നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. അനേകർ യേശുവിൻ്റെ അടുക്കൽ വന്നു. അനേകർ പാപം ചെയ്തത് പാപം അതുപോലെ എഴുതിയിട്ടുണ്ട്. അനേകർ പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിവരം എഴുതിയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സത്യവേദ പുസ്തകം. ഇതിനകത്ത് കള്ളം ഒന്നും എഴുതിയിട്ടില്ല. എഴുതിയിട്ടുള്ളതെല്ലാം എന്തോന്നാണ്? സത്യമാണ് എഴുതിയിട്ടുള്ളത്. ഇനി പാപം വിട്ടുതിരിയാതെ പിന്മാറിപ്പോയവരുടെ കാര്യങ്ങളും ഒരുപാട് കാര്യം വേദപുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. നമുക്കത് ധ്യാനിക്കാം. നമുക്ക് ആവശ്യം ക്രിസ്തുയേശു നമ്മളെ കുറിച്ച് എന്താഗ്രഹിക്കുന്നു അതിൻ പ്രകാരം നമ്മൾ ജീവിച്ച് ഒരു ദിവസം എവിടെ കാണണം? സ്വർഗത്തിൽ കാണണം. ഇവിടെയുള്ള എല്ലാം നമ്മൾ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാം. അതോടുകൂടെ സകലവും നീയും കിട്ടും. ഒന്നാമത് നമ്മൾ യേശുവിനെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ബാക്കി നമ്മുടെ ജോലിയാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, ഭാവിയാകട്ടെ, കുടുംബമാകട്ടെ, കടഭാരമാകട്ടെ, നമ്മുടെ മക്കളുടെ കാര്യമാകട്ടെ, ഈ ജീവിതം, ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന 4 വിരൽ നീളമുള്ള ആയുസിനകത്ത് എന്തെല്ലാം കാര്യം നമുക്ക് വേണോ അതെല്ലാം ദൈവം ചെയ്യാൻ വിശ്വസ്തനാണ്. പക്ഷേ മുമ്പേ നമ്മൾ ആരന്വേഷിക്കണം? യേശുവിനെ അന്വേഷിക്കണം. അത്രയും മാത്രമേ ഉള്ളൂ. യേശുവിനാണ് നമ്മൾ ജീവിക്കുന്നെങ്കിൽ ബാക്കിയെല്ലാം ദൈവം ഏറ്റെടുത്തു. പേടിയും വേണ്ട, ഒരു ഭയവും വേണ്ട. നമ്മൾ കർത്താവിലാണെങ്കിൽ ബാക്കിയെല്ലാം ആര് നോക്കിക്കൊള്ളും? ദൈവം നോക്കിക്കൊള്ളും. അമ്മമാര് പപ്പമാര് കണ്ടിട്ടില്ലേ? മക്കൾക്കുള്ളതെല്ലാം എന്ത് ചെയ്യും? ആ മക്കൾ പറയാതെ തന്നെ സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടി എല്ലാം എന്ത് ചെയ്യും? ബുക്കും പുസ്തകവും ബാഗും കൊടയും. കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടല്ല, പറയാതെ തന്നെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം എന്ത് ചെയ്യും? ആ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല, അതുകൊണ്ട് ഇനി ബുക്ക് വാങ്ങുന്നില്ല, ബാഗ് വാങ്ങുന്നില്ല, അവർക്ക് ഫുഡ് കൊണ്ടുപോകാനുള്ള പാത്രം വാങ്ങുന്നില്ല, അല്ലെങ്കിൽ മഴയുണ്ട് കൂടെ വാങ്ങുന്നില്ല, അങ്ങനെ ഇരിക്കുമോ? ഇല്ല. അവർ പറഞ്ഞില്ലെങ്കിലും പറഞ്ഞാലും എന്ത് ചെയ്യും? നമ്മൾ വാങ്ങും. നമ്മുടെ മക്കൾക്ക് വാങ്ങും. ഇനി രാവിലെ കാപ്പി ഉണ്ടാക്കുമ്പോൾ പപ്പയും അമ്മയും പറഞ്ഞിട്ടാണോ ഒരു കാപ്പി ഉണ്ടാക്കുന്നത്? അല്ല. പിന്നെ അവർ പറഞ്ഞില്ലെങ്കിലും രാവിലെ ആകുമ്പോൾ അമ്മ എന്ത് ചെയ്യും? എല്ലാം റെഡിയാക്കിയിട്ട് മക്കളെ വിളിക്കും. മക്കളെ വന്ന് കഴിക്കാറുണ്ടോ? അവർ വേണ്ടാന്ന് പറഞ്ഞാലും എന്ത് ചെയ്യും? ഉറപ്പല്ലേ? അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവം നമുക്ക് ആവശ്യമുള്ള തരുമോ? ഇല്ലേ? ഉറപ്പാണ്. കാരണം എടുത്ത് കല്ല് പറഞ്ഞ് എല്ലാം തരാനും അന്ത്യം വരെ നടത്താൻ ഈ ദൈവം വിശ്വസ്തനാണ്. പക്ഷേ കർത്താവിന് നമ്മൾ മുറുകെ പിടിച്ച് കർത്താവിന്റെ വചനത്തിൽ അങ്ങോട്ട് ജീവിക്കണം. ഇടത്തോട് നോക്കല്, വലത്തോട് നോക്കല്, പിന്നെ കർത്താവിനെ മാത്രം നോക്കണം, വചനത്തിൽ മാത്രം നോക്കണം. അപ്പോ അനേകായിരങ്ങൾ യേശുവിന്റെ അടുത്ത് വചനത്തിന് വേണ്ടിയും കർത്താവിനെ കാണാനും അത്ഭുതങ്ങൾ കാണാനും അതിശയങ്ങൾ കാണാനും അടയാളങ്ങൾ കാണാനും ഒക്കെ അനേകർ വന്നു. പക്ഷേ വന്നവരിൽ അനേകർ യേശുവിനെ കൈക്കൊണ്ടു, അനേകർ യേശുവിനെ തള്ളിക്കളഞ്ഞ് എന്ത് ചെയ്തു? പുറകോട്ട് പോയി. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ടത് ബൈബിൾ മാറിയോ? യേശു ചിന്തിച്ചോ? കുറച്ചുപേര് വന്നിട്ട് എന്റെ വചനം കേട്ടിട്ട് അവർ വിശ്വസിച്ചില്ല, അതുകൊണ്ട് ബൈബിൾ മാറ്റി എഴുതുന്നല്ലോ ഉണ്ടോ? ഇല്ല. അതുപോലെ എഴുതിയിട്ടുണ്ട്. അർത്ഥം എന്താ? ആകാശവും ഭൂമിയും മാറിപ്പോയാലും, ആരൊക്കെ മുട്ടും മടക്കിയാലും, ആരൊക്കെ മുട്ടും മടക്കിയില്ലെങ്കിലും, ആരൊക്കെ യേശുവിനെ കണ്ടുമുട്ടിയാലും, ആരൊക്കെ യേശുവിനെ കണ്ടുമുട്ടിയില്ലെങ്കിലും വേദ പുസ്തകത്തിലെ വചനത്തിൽ ഒരിക്കലും മാറ്റമില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും വചനത്തിനകത്തുള്ള വേദപുസ്തകത്തിലെ വചനത്തിനകത്തുള്ള വാക്യത്തിന് ഒരു മാറ്റവും ഇല്ല. ഇവിടെ ലൂക്കോസിന് സുവിശേഷം അതിന്റെ 18-ാം അധ്യായം നമ്മൾ ധ്യാനിക്കുമ്പോൾ 18-ാം വചനം മുതൽ വായിക്കുമ്പോൾ അതിൽ ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കലേക്ക് വരികയാണ്. 18 മുതൽ ഒരു പ്രമാണി അവനോട് നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അതിന് യേശു എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവൻ അല്ലാതെ നല്ലവൻ ആരുമില്ല. അടുത്ത വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം എന്നീ കൽപ്പനകൾ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇവയൊക്കെ ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരിക്കുന്നു എന്ന് അവൻ. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ കുഞ്ഞുനാൾ മുതൽ ഈ വചനമല്ല. ആരുടെ പറഞ്ഞത്? ആരുടെ അടുക്കൽ വന്ന? യേശുവിന്റെ അടുക്കൽ. അപ്പൊ ഈ വന്ന മകൻ പറയുകയാണ്, ദൈവമേ ഇതെല്ലാം ഞാൻ അനുസരിക്കുന്നുണ്ട്. അടുത്തത് അവൻ
പറഞ്ഞത് കേട്ടിട്ട് യേശു ഇനി ഒരു കുറവ് നിനക്കുണ്ട്. കേട്ടോ, യേശു അപ്പച്ചൻ അവൻ അങ്ങോട്ട് നോക്കിട്ട് മക്കളെ ഒരു കുറവ് നിനക്ക്, നോക്കിയേ അവന് ഒരു കുറവേ ഉള്ളൂ, നമുക്കോ കുറവേ ഉള്ളൂ. ദൈവത്തിന് സ്വതന്ത്രം. ഹല്ലേലൂയ. കുറവുണ്ടോന്ന് ചോദിച്ചാൽ കുറവ് മാത്രമേ ഉള്ളൂ, നല്ലതൊന്നും പറയാൻ നമ്മുടെ നല്ലവൻ ആര് മാത്രമേ ഉള്ളൂ? യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ മനുഷ്യനെ നോക്കി യേശുവാണ് പറഞ്ഞത്, മനുഷ്യനല്ല പറഞ്ഞത്, അയാളല്ല പറഞ്ഞത്. യേശു പറഞ്ഞു ഒരു കുറവ് നിനക്ക് ഉണ്ട്. അടുത്തവൻ നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്കുക. പകുത്തു എല്ലാം വിൽക്കാൻ പറഞ്ഞു. ഒറ്റ കുറവുണ്ട്, നീ എല്ലാം പകുത്ത് വിൽക്കാൻ പറഞ്ഞു. വിറ്റ് സാധുക്കൾക്കെല്ലാം പകുത്ത് കൊടുക്കാൻ പറഞ്ഞു. അടുത്തവര് എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. അപ്പോ എന്റെ യേശു പറഞ്ഞു, നീ അങ്ങനെ ചെയ്താൽ നിനക്ക് സ്വർഗത്തിൽ എന്തുണ്ടാകും? നിക്ഷേപം ഉണ്ടാകും. അടുത്തവര് പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. നമ്മുടെ നിക്ഷേപം ആരാ? പാട്ടുകാരൻ പാടി, എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ, എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും അങ്ങിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിലുടയോനേ, എന്റെ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിലുടയോനേ, എന്റെ ഹൃദയത്തെ കവർന്നോനേ, എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും അങ്ങിൽ തന്നെയാ. ഹല്ലേലൂയ. നമ്മുടെ നിക്ഷേപം ആരാ? യേശു അപ്പച്ചനാ. നമ്മുടെ ഹൃദയം ആരില്ല? യേശുവിലാണ്. ഹല്ലേലൂയ. യേശു നമ്മളിലും നമ്മൾ യേശുവിലും. എന്നാൽ ഈ ചെറുപ്പക്കാരൻ വളരെ സമ്പത്തുള്ളവനാണ്. യേശു അപ്പച്ചൻ പറഞ്ഞു, മക്കളെ ഒരു കുറവ് നിനക്കുണ്ട്, നീ ഇതെല്ലാം വിറ്റ് പകുത്ത് സാധുക്കൾക്ക് കൊടുത്താൽ സ്വർഗത്തിൽ നിനക്ക് എന്തുണ്ടാകും? നിക്ഷേപം ഉണ്ടാകും. അടുത്തവര് വായിച്ചേ. അവൻ എത്രയും ധനവാനാകൊണ്ട് ഇത് കേട്ടിട്ട് ദുഃഖിതനായി തീർന്നു. ശരിക്കും സങ്കടം. ദൈവമേ, ഇതെങ്ങനെ വിറ്റ് ഞാൻ സാധുക കൊടുക്കും? എന്റെ പപ്പ സമ്പാദിച്ചാണല്ലോ, ഞാൻ സമ്പാദിച്ചാണല്ലോ, ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണല്ലോ, എത്ര വർഷം കൊണ്ട് കാത്തിരുന്ന ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയത്, എന്റെ അപ്പൻ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ എന്റെ അമ്മയുടെ സമ്പാദ്യം, എന്റെ അപ്പന്റെ സമ്പാദ്യം, ഇതെല്ലാം എന്റെ പേരിൽ കിടക്കുകയാണല്ലോ, ഇതെല്ലാം യേശു വിൽക്കാൻ പറഞ്ഞ് ഞാൻ എങ്ങനെ വിൽക്കും? കർത്താവെ, വിറ്റ് എങ്ങനെ കൊടുക്കും എന്നൊക്കെ ഇവൻ ദുഃഖിച്ചിട്ട് അവൻ എന്ത് ചെയ്തു? അടുത്തവര് വായിച്ചേ. യേശു അവനെ കണ്ടിട്ട്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. അപ്പോ അവൻ അതോടെ അങ്ങ് പോയി. മത്തായി സുവിശേഷത്തിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവൻ പിന്നെ വന്നില്ല, അതോടെ അവൻ എന്ത് ചെയ്തു? യേശുവിന്റെ അടുത്ത് നിന്ന് പോയി. പക്ഷെ വചനം മാറിയോ? മാറിയില്ല. ഈ വചനം അവിടെ അങ്ങനെ തന്നെ ഉണ്ട്. ആ പൈതലിന് ഒരു കുറവുണ്ടെന്ന് പറഞ്ഞു, അവനത് പരിഹരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവനത് തിരിച്ചു പോയി. അപ്പോൾ യേശു സംസാരിക്കുകയാണ്. ഇപ്പൊ വായിച്ച ബാക്കി ഒന്നുകൂടെ വായിച്ചേ. അവൻ എത്രയും ധനവാനാകൊണ്ട് ഇത് കേട്ടിട്ട് അതിദുഃഖിതനായി തീർന്നു. അടുത്തവൻ യേശു അവനെ കണ്ടിട്ട് സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര ഭയങ്കര പ്രയാസമാണ്. അടുത്തവൻ ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ, അർത്ഥം ശ്രദ്ധിക്കുക, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയുടെ കടക്കുന്നത് എളുപ്പം എന്ന് പറഞ്ഞു. അടുത്തവര് ഇത് കേട്ടവർ എന്നാൽ രക്ഷിക്കപ്പെടുവാൻ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഒട്ടകത്തിന് സൂചിക്കുഴയ്ക്കകത്തൂടെ കടക്കാൻ പറ്റുമോ? സൂചിയുടെ കൂടെ ഇങ്ങനെ എത്ര വലിപ്പമുണ്ട്? നമുക്ക് കയറി പോകാൻ പറ്റും സൂചിക്കകത്തൂടെ? പിന്നെ ഒരു നൂലിന്റെ വലിപ്പം മാത്രമേ, സൂചിയുടെ നൂല് മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളൊക്കെ ഇട്ടാൽ കുറെ നേരം ഇട്ടാലേ അതിനകത്തോട്ട് കടക്കും. അത്രയ്ക്ക് ഹോൾ എന്തോന്നാണ്? ചെറുതാണ്. അപ്പൊ സ്വർഗത്തിലേക്ക് പോകുന്ന വഴി എങ്ങനെയാണ്? ഇടുക്കമാണ്. ഇവിടെ പറയുന്നു ദൈവരാജ്യത്തിൽ കിടക്കും നിങ്ങൾ ഒട്ടകം സൂചിക്കുഴയിൽ. കണ്ടോ, ഇവിടെ സൂചിക്കുഴ കണ്ടോ? അർത്ഥം എന്താ? ഞാൻ എന്റെയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒട്ടക സമമായ പാപമാണ് നിറഞ്ഞു കിടക്കുന്നത്. ഞാനെന്ന പാപം, അഹങ്കാരങ്ങൾ, ജീവിതത്തിൽ ദൈവഹിതമല്ലാത്ത സകലതും നമ്മളെ കൊണ്ട് ഇതിനകത്ത് കടക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ എന്നെ എന്റെ ദൈവത്തിന്റെ കയ്യിൽ കൊടുത്താൽ, എന്നെ എവിടെ കൊടുക്കണം? ദൈവത്തിന്റെ കയ്യിൽ കൊടുത്താൽ ദൈവം എന്നെ എന്ത് ചെയ്യും? പൊടിക്കും. പൊടിച്ചിട്ട് ഈ സൂചിക്കുഴയ്ക്കകത്തൂടെ കടക്കുന്ന ഒരാളാക്കി. നിങ്ങൾക്ക് എത്ര വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ കുറവുകളെല്ലാം പൊടിച്ച്, ഞാനെന്ന പാപങ്ങൾ പൊടിച്ച്, ഞാൻ എന്താണെന്ന പാപങ്ങൾ പൊടിച്ച്, പരിശുദ്ധാത്മാവിനെ നിറച്ച്, ആത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള ആളാക്കി, ഏത് ഭാഗത്തൂടെ കടക്കുന്ന ആത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള ആളാക്കി ഈ സൂചിക്കുഴയ്ക്ക് അകത്തൂടെ കടത്തിവിട്ട് സ്വർഗത്തിലെത്തിക്കുക ഈ ദൈവം മതിയായവനാണ്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? അതിലേക്ക് ഒന്നുകൂടെ വായിച്ചപ്പോ മനസ്സിലാവും. വായിച്ചേ. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയുടെ കടക്കുന്നത് എളുപ്പം എന്ന് പറഞ്ഞു. അടുത്ത വരി,
ഇത് കേട്ടവർ എന്നാൽ രക്ഷിക്കപ്പെടുവാൻ. അപ്പൊ ചോദിച്ചു, കർത്താവ് അങ്ങനെയാണെങ്കിൽ ആ പയ്യൻ വന്നു പറഞ്ഞു ഇതെല്ലാം കർത്താവ് പറയുന്നു, പിന്നെ എങ്ങനെ ആളുകൾ രക്ഷിക്കപ്പെടും, സ്വർഗത്തിൽ എങ്ങനെ വരും? രക്ഷിക്കപ്പെടുന്ന ചുരുക്കം ആരുമില്ലല്ലോ അപ്പ എന്ന് പറഞ്ഞു. അടുത്ത വരി, ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. അതിനെ അവൻ മനുഷ്യരാൽ അസാധ്യമായ. കണ്ടോ, കർത്താവ് പറഞ്ഞു, മക്കളെ നിന്നെ കൊണ്ട് ഒരിക്കലും സ്വർഗത്തിൽ കയറാനും പറ്റത്തില്ല, രക്ഷപ്പെടാനും പറ്റത്തില്ല. പിന്നെ നിന്നെ എന്റെ കരങ്ങളിൽ തന്ന ഞാൻ എന്ത് ചെയ്യും? നിന്നെ എന്റെ ഇഷ്ടപ്രകാരം പണിത് ആ സൂചിക്കൂടെ കകത്തൂടെ കളത്തി വിടുന്ന ഒരു പാത്രമാക്കി നിന്നെ ഞാൻ മാറ്റിയിട്ട് എന്റെ രാജ്യത്തിൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത്, ആരിക്കുന്നിടത്ത്? യേശു ഇരിക്കുന്നിടത്ത് നമ്മളെ ഇരുത്താൻ യേശു മതിയായവനാണ്. പക്ഷെ എന്ത് ചെയ്യണം? ഞാൻ എന്റെ യേശുവിന്റെ കരങ്ങളിൽ എന്നെ തന്നെ എന്ത് ചെയ്യണം? സമ്പൂർണമായിട്ട് കൊടുക്കണം. അപ്പച്ച ഞാൻ എന്റെ അപ്പന്റെ കരങ്ങളിൽ തരുന്നു. എന്നെ കൊണ്ട് ഒരിക്കലും ഒരു വചനം പോലും എന്നെ കൊണ്ട് അനുസരിക്കാൻ പറ്റത്തില്ല, ഒരു പാപത്തെ എനിക്ക് ജയിക്കാൻ പറ്റത്തില്ല. യേശുവേ ഞാൻ എന്നെ അങ്ങയുടെ കരത്തിൽ തരുന്നു. അങ്ങൊന്ന് പണിത് കുശവന്റെ കയ്യിലെ കളിമൺ, പാട്ടുകാരൻ പാടി, കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. പോലെ ഏഴയാമെന്നേ വെള്ളീടനാമേ പോലെ ഏഴയാമെന്നേ ആപത്തു വേളാകരി ആനന്ദ വേളാകരി അകലാത്തയൻ യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. 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 27 വാക്യം വായിച്ചേ. അതിനവൻ മനുഷ്യരാൽ അസാധ്യമായത് ആർക്കും ഈ സൂചിക്ക് കുഴക്കകത്തൂടെ വിടാൻ പറ്റത്തില്ല. എല്ലാവർക്കും അസാധ്യം. പക്ഷെ അത് ആർക്ക് സാധ്യം? ദൈവത്തിന് സാധ്യം. കേട്ടോ, നമ്മൾ മൊത്തത്തിൽ പൊട്ടിച്ച് തരിപ്പണമാക്കി കർത്താവിന്റെ മുത്താക്കി കർത്താവിന് ഇഷ്ടപ്പെട്ട രീതിയിലാക്കി അതിനകത്തൂടെ കടത്തിവിടാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. പക്ഷേ നമ്മളെ തന്നെ ആരെ കയ്യിൽ കൊടുക്കണം? എൻ്റെ ദൈവത്തെ തലമുടി 4 ഇഴ മുതൽ നഖത്തിനകം വരെ ദൈവം പണിത് പുതിയ ആളാക്കും. പഴയ ആളല്ല. ദൈവത്തിന്റെ കരങ്ങൾ കൊടുക്കുമ്പോൾ വിശുദ്ധിയുള്ള കർത്താവ് നമ്മളെ പണിത് അപ്പന്റെ കൃപ തന്ന് അപ്പന്റെ ശക്തി തന്ന് അപ്പന്റെ ആത്മാവിനെ തന്ന് നമ്മുടെ നീതി പ്രവർത്തികളെല്ലാം കറ പുരണ്ട തുണി പോലെയാണ്. പക്ഷെ എൻ്റെ അപ്പച്ചൻ പൊടിച്ച് അപ്പച്ചൻ നിറഞ്ഞ് നമ്മളെ കർത്താവിൽ മറച്ചു വെച്ചിട്ട് ദൈവത്തിന് നമ്മളിലൂടെ ചെയ്യണം. ദൈവം ചെയ്ത് ഓരോ സെക്കൻഡും ദൈവം നമ്മളെ നടത്തും, ദൈവത്തിന്റെ ഹിതപ്രകാരം നടത്തും. അതുകൊണ്ടാണ് ശിഷ്യന്മാർ ചോദിച്ചത്, കർത്താവെ ആർക്ക് രക്ഷിക്കപ്പെടാൻ പറ്റും? കർത്താവ് ഇതെല്ലാം വിറ്റിട്ട് വരാൻ പറഞ്ഞ ആര് വരും? അപ്പോഴാണ് യേശു പറഞ്ഞത്, മക്കളെ സ്വത്രം മനുഷ്യർക്കത് വായിച്ചേ, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. മതി. മനുഷ്യന് അസാധ്യം, പക്ഷേ ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിന് സ്വത്രം. അപ്പോൾ മനുഷ്യൻ ഒരിക്കലും ഇപ്പൊ ആ മകൻ തന്നെ വന്നിട്ട് കർത്താവിന്റെ വായിന്ന വചനം കേട്ടത്, ആ വരി കേട്ടത് ആരാണ് പറഞ്ഞത്? ദൈവം നേരിട്ട് പറഞ്ഞത്, അവനെ നിനക്കൊരു കുറവുണ്ടെന്ന്. പക്ഷെ അവനത് പരിഹരിക്കാൻ പറ്റാതെ, ആ ദൈവത്തിന്റെ മുന്നിൽ മുട്ടുമടക്കാൻ പറ്റാതെ, അത് അംഗീകരിക്കാൻ പറ്റാതെ തിരിച്ചുപോയി. എന്നാൽ ബൈബിളിലെ വചനം മാറിയില്ല. അപ്പോഴാണ് യേശു പറഞ്ഞത്, അവനത് പോയി ശരിയാണ്, പക്ഷേ ആരെങ്കിലും ഇവന്റെ കയ്യിൽ തന്നാൽ അവരെ ഞാൻ പണിതാൽ അവരുടെ ജീവിതത്തിനകത്തുള്ള അശുദ്ധിയെല്ലാം എന്താകും? അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം
മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്നു. അവൻ വന്നപ്പോൾ വെகு സമ്പത്തുള്ളവനായിരുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞത് അവൻ ഏറ്റെടുക്കാൻ മനസ്സില്ലാതെ അവൻ തിരിച്ചുപോയി. ആ സമയത്ത് അവൻ ദൈവമേ അങ്ങ് പറഞ്ഞ് ശരിയാണ്, പക്ഷെ ഞാൻ എന്നെ ഇത് അങ്ങയുടെ കാര്യത്തിൽ തരുന്നു. എൻ്റെ മനസ്സ് ഒരിക്കലും ഇതൊന്നും വിറ്റു കൊടുക്കുന്ന ആളല്ല ഞാൻ, പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ കാര്യത്തിൽ നിന്ന് തരുന്നു അപ്പാ എന്ന് പറഞ്ഞ് മുട്ടുമടക്കേണ്ട സ്ഥാനത്ത് അയാൾ മാറിയെന്ന് പോയി. പിന്നെ അയാളെ കാണാനേ ഇല്ല. എന്നാൽ ലൂക്കോസ് 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അയാൾ പോയ സ്ഥാനത്ത് എൻ്റെ അപ്പൻ്റെ കൂടെ നടക്കാൻ ഒരാളിനെ വാഞ്ച തോന്നി. വായിച്ചേ, ലൂക്കോസിന് സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം മുതൽ വായിച്ചേ. അപ്പോ ഇവിടെ ഒരുത്തൻ ദൈവത്തെ കാണാൻ വേണ്ടി വന്നു, കണ്ടു, കാര്യം ചോദിച്ചു, കർത്താവ് പറഞ്ഞത് അനുസരിക്കാൻ മടിച്ച് തിരിച്ചു പോയി. പക്ഷെ എന്റെ ദൈവത്തിനറിയാം ഇതനുസരിക്കുന്ന മക്കൾ എൻ്റെ അടുത്ത് വരും, അവർ അപ്പച്ചന്റെ കരങ്ങളിൽ കൊടുക്കും, അവർ മുട്ടുമടക്കും, അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങും, അവർ ദൈവത്തിന്റെ വചനത്തിന്റെ മുന്നിൽ വീഴും, അവർ ഈ വചനം അംഗീകരിക്കും, അവർ എന്റെ രാജ്യത്തിൽ എന്റെ കൂടെ ഇരിക്കുമെന്ന് എന്റെ ദൈവം കണ്ടു. എന്നാൽ അവൻ അത് തിരിച്ചിട്ടിട്ട് അങ്ങ് പോയി എന്ന് ബൈബിൾ മാറിയോ? മാറിയില്ല. ലൂക്കോസ് 19 വരുമ്പോൾ അതിനകത്ത് 1 മുതൽ വായിച്ചേ. അവൻ എരിഹോവിൽ എത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന് പേരുള്ള ഒരു പുരുഷൻ. ആദ്യം വന്നവൻ ഒരു കുറവേ ഉള്ളായിരുന്നു, പക്ഷെ ഇപ്പം വന്നവന് കുറവേ ഉള്ളൂ. ചുങ്കം പിരിവാണ്, കുറവേ ഉള്ളൂ. സക്കായി എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. യേശു എങ്ങനെയുള്ളവരെന്ന് കാണുവാൻ ശ്രമിച്ചു. ആരൊക്കെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാ യേശു അത്ഭുതം ചെയ്യുന്നവനാണ്, യേശു അതിശയം ചെയ്യുന്നവനാണ്, യേശു അടയാളം ചെയ്യുന്നവനാണ്, യേശു വീര്യപ്രവൃത്തി ചെയ്യുന്നവനാണ്. നോക്കിയേ, അടയാളങ്ങൾ ചെയ്യുന്നുണ്ട്. യേശുവിനെ നോക്കിക്കടാ, 5 അപ്പം എടുത്ത് 5000 പേർക്ക് വീതിച്ചു കൊടുത്തു. അവിടെ നോക്കിയേ, കുഷ്ഠരോഗി യേശു തൊടുന്നു, കണ്ണ് കാഴ്ചയില്ലാത്തവർ തൊടുന്നു. 1000കണക്കിന് ജനം വന്ന് കൂടുന്നു. ആ സ്തോത്രം. കർത്താവിന്റെ അടുക്കൽ വചനം കേൾക്കാനിരിക്കുമ്പോൾ ആർക്കും ഒന്നില്ല, ക്ഷീണമില്ല, തളർച്ചയില്ല, ഭാരമില്ല. കാരണം എന്താ? കർത്താവിന്റെ സാന്നിധ്യം ഒന്നും നിറഞ്ഞു കിടക്കും. 3 ദിവസം യേശുവിന്റെ അടുക്കൽ രാപകൽ വന്നിരിക്കുകയാണ് ആൾക്കാർ. 3-ാമത്തെ ദിവസം ആകുമ്പോൾ ആരും പോകുന്നില്ല. യേശു ആരും ഭക്ഷിച്ചുമില്ല, വെള്ളം പോലും കുടിച്ചെന്ന് എഴുതിയിട്ടില്ല. അവിടെ ഒരു ബാലൻ അപ്പം കൊണ്ടുവന്നു അല്ലേ, 5 അപ്പം 2 മീൻ. എത്ര ദിവസമായി കൊണ്ടുവന്നിട്ട്? കൊണ്ടുവന്നത് 1-ാം ദിവസം. ഇപ്പൊ എത്ര ദിവസമായി? 3-ാമത്തെ ദിവസം അപ്പവും മീനും. കാര്യം മനസ്സിലായോ? വന്നതെന്നാ 1-ാം ദിവസം. ഇപ്പൊ 3-ാം ദിവസമായി യേശു ചോദിക്കുന്നത് നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക. അപ്പൊ പറയുന്ന ഒരു കുഞ്ഞിന്റെ കയ്യിൽ എന്തുണ്ട്? 5 അപ്പവും 2 മീനും. ഒരു പക്ഷേ ആ കുഞ്ഞ് 1-ാമത്തെ ദിവസമാണ് വന്നതെങ്കിൽ അവൻ അപ്പത്തിനെ മറന്നുപോയി കാണും. 3-ാമത്തെ ദിവസമാണ് അപ്പവും മീനും ഒരു പരുവം ആയി കാണും. പക്ഷെ അപ്പോ ശിഷ്യന്മാർ കർത്താവേ, ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. കർത്താവ് നിങ്ങൾ അവരുടെ ഇരുത്തപ്പെടും. എന്റെ അപ്പൻ ആ ബാലന്റെ കയ്യിലുള്ള അപ്പം എടുത്ത് എന്ത് ചെയ്തു? സ്വപത്രം ചെന്ന് നോക്കി, മിച്ചം എത്ര? 10 കൊട്ട. കണ്ടോ? ഹല്ലേലൂയ. അസാധ്യം എന്നു ഞാൻ കരുതിയ നാൾ അന്നാളിലവൻ എന്നോട് ചൊല്ലി, മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ എന്നോട് കൂടെയുണ്ട്. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ എന്നോട് കൂടെയുണ്ട്. അസാധ്യം എന്നു ഞാൻ കരുതിയ നാൾ അന്നാളിലവൻ എന്നോട് ചൊല്ലി, മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ എന്നോട് കൂടെയുണ്ട്. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ എന്നോട് കൂടെയുണ്ട്. ആർക്കും വിശന്നില്ല. 3-ാമത്തെ ദിവസമായപ്പോൾ ആർക്കും വിശന്നില്ല, ആർക്കും ദാഹിച്ചതായിട്ട് അവിടെ എഴുതിയിരിക്കുന്നില്ല. സ്തോത്രം. 3-ാമത്തെ ദിവസമാകുമ്പോൾ ഇവര് യേശു കർത്താവ് പറയാണ്, ഇവരെ ഞാൻ വിടുന്നില്ല, വിട്ടാൽ വഴിയിൽ എന്ത് ചെയ്യും? വീണു പോകും. ഈ വന്നവർക്ക് ആ വിശപ്പൊന്നും തോന്നിയില്ല. പക്ഷെ ആർക്ക് വിശപ്പ് തോന്നി? ഇവർക്ക് വിശപ്പെടുന്ന ആർക്ക് തോന്നി? ദൈവത്തിന് തോന്നി. ദൈവം പറഞ്ഞു ഇവർ കുഴഞ്ഞ് വീണു പോകും. കണ്ടോ? കുഴഞ്ഞ് വീണു പോകും. അപ്പൊ അവര് അത്രയ്ക്ക് ആ സാന്നിധ്യത്തിനകത്ത് 3 രാവും 3 പകൽ ഇരുന്നിട്ടും ഒരു ബോറടിയും വന്നില്ല, ഒരു ഉറക്കം വന്നില്ല, ഒരു ക്ഷീണം വന്നില്ല, ഒരു വിശപ്പ് വന്നില്ല, ഒരു ദാഹം വന്നില്ല. അപ്പനെ രുചിച്ചറിയുന്ന മക്കൾക്ക് സ്തോത്രം, ആനന്ദമാണ് എപ്പോഴും. എത്ര വചനം കേട്ടാലും എത്ര വചനം ധ്യാനിച്ചാലും അവർക്ക് കൊതി തീരത്തില്ല. സ്തോത്രം. അങ്ങനെയാണ് കർത്താവിന്റെ വചനം. തേനിനേക്കാളും തേൻകട്ടയേക്കാളും എത്ര മധുരമുള്ളതാണ് ഈ വചനം. തേനിനേക്കാളും
തേൻകട്ടയെക്കാളും എന്നാവിൻ എത്ര മധുരം. അപ്പോ ആ വചനം തേനിനേക്കാളും തേൻകട്ടയെക്കാളും നാവിന് മധുരമുള്ളതാണ് ഈ വചനം. ഈ വചനം കേട്ടിട്ട് സ്വത്രം അവിടെ നിന്ന് ജനത്തിന് പോകാൻ പോലും മനസ്സില്ല. കണ്ടോ? അപ്പോ സക്കായിയോട് പറഞ്ഞു കൊടുത്തടാ, അവിടെ അത്ഭുതങ്ങൾ നടത്തി യേശു ഉണ്ടല്ലോ, വന്നിട്ടുണ്ട്. അത് കേട്ട ഉടനെ സക്കായിക്ക് ഒരു ആഗ്രഹം, എനിക്ക് യേശു എങ്ങനെയുള്ളതെന്ന് കാണും, യേശുവിനൊന്ന് കണ്ടാ മതി, എനിക്ക് കണ്ടാ മതി, കണ്ടിട്ടേ ഞാൻ പോകും, കാണാതെ പോകത്തില്ല. ഇതിനകത്ത് പ്രാർത്ഥനയിൽ കടന്നു വന്ന പൈതലെ, നീ യേശുവിനെ കണ്ടേ തീരുവെന്ന് കാത്തിരുന്ന എന്റെ അപ്പൻ നിന്റെ അടുക്കൽ ഇറങ്ങി വരികയും ചെയ്യും. ആ ശബ്ദം നീ കേൾക്കുകയും ചെയ്യും, അതിനുത്തരം നീ പ്രാപിക്കുകയും ചെയ്യും. ആ പ്രാർത്ഥന എന്റെ ദൈവം കേൾക്കുകയും ചെയ്യും, മാറോട് ചേർത്ത് അടക്കുകയും ചെയ്യും, കണ്ണുനീര് ഒപ്പുകയും ചെയ്യും, ഹൃദയത്തിന്റെ ഭാരങ്ങളെല്ലാം അഴിക്കുകയും ചെയ്യും. ജീവിതത്തിനകത്ത് വലിയൊരു വ്യത്യസ്തത ഈ ദൈവം മതിയായവനാണ്. യേശുവിന്റെ മുൻപിൽ മുട്ടുമടക്കാമെങ്കിൽ, യേശുവാ അങ്ങെ കാണാതെ ഞാൻ പോകത്തില്ല, അങ്ങെ എനിക്ക് കിട്ടാതെ ഞാൻ പോകത്തില്ല, അങ്ങില്ല ഞാൻ തിരിച്ചു പോകത്തില്ല കർത്താവേ എന്ന് നിങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഞാൻ പറയാം, സഹോദരങ്ങളെ, ആ യേശുവിനെ നിങ്ങൾ കണ്ടിരിക്കും. ആ അമ്മയെ കാണാതെ പോകാൻ പറ്റത്തില്ല. ഇതിനകത്ത് ദൈവത്തിന് സ്വത്രം. ഹല്ലേലൂയ. സക്കായിയോട് പറഞ്ഞു കൊടുത്താലോ, എടാ യേശു ഇങ്ങനെയുള്ളത് എങ്ങനെ എല്ലാം ചെയ്തു. പക്ഷെ ഇത് കേട്ടവനെ സക്കായിക്ക് ഒരു ആവേശം, എനിക്ക് എന്റെ യേശു എങ്ങനെ ഉള്ളവനെന്ന് കാണണം. എന്റെ യേശു എങ്ങനെ ഉള്ളവൻ. അടുത്തവര് വായിച്ചേ. വളർച്ചയിൽ കുറിയവൻ ആകൊണ്ട്, പക്ഷേ കാണുകയും വേണം, വളർച്ചയിൽ കുറിയവനും ആണ്. അടുത്തവര് വായിച്ചേ. പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. അപ്പൊ നമ്മൾ യേശുവിനെ കാണാൻ പോകുന്ന പറഞ്ഞാൽ പലരും എന്ത് ചെയ്യും? തടസ്സം ചെയ്യും. അവർക്ക് യേശുവിനെ കാണാൻ പോകുന്നു പറഞ്ഞാൽ മാത്രമേ ഇഷ്ടമില്ലാതെ അനേകർക്ക് അവർ തടസ്സം ചെയ്യും. സത്യത്തിനും ആത്മാവിലുള്ള ആരാധനയാണെങ്കിൽ എന്ത് ചെയ്യും? തടസ്സം ചെയ്യും. പക്ഷെ സക്കായിയെ തടസ്സം ചെയ്തു. പക്ഷെ സക്കായിയുടെ ആവേശവും ആഗ്രഹവും ദാഹവും വലുതാവുന്നുണ്ട്. ഇവരുടെ കാര്യങ്ങളൊന്നും ഇവൻ മൈൻഡ് ചെയ്തില്ല. കേട്ടോ? ഇത് പരിഗണിച്ചില്ല. ആരുടെ വാക്ക്? ജനത്തിന്റെ വാക്ക് പരിഗണിച്ചില്ല. അപ്പൊ പുരുഷാരം തടസ്സമായിരുന്നു. പക്ഷെ പുരുഷാരം തടസ്സമെങ്കിലും അകത്ത് ആഗ്രഹമുള്ളവൻ എന്റെ അപ്പനെ കാണാൻ മുന്നോട്ട് തന്നെ ഓടി. പുറകോട്ട് ഓടിന്നാണോ? ഇല്ല. ആൾക്കാർ ഇരിക്കുകയാണ്, ഒരു രക്ഷയില്ല, ഞാനിനി തിരിച്ചു പോകാം, ഇനി മറ്റൊരു സമയം യേശുവിനെ കാണാം എന്ന് പോയോ? പോയില്ല. പിന്നെ എന്ത് ചെയ്തു? അടുത്ത വാക്യം വായിച്ചേ. എന്നാലേ അവൻ മുമ്പോട്ട് ഓടി. കേട്ടോ? അവൻ മുമ്പോട്ട് ഓടി. എന്നിട്ട് അവനെ കാണേണ്ടതിനെ ഒരു കാട്ടത്തിന്മേൽ കയറി. കേട്ടോ? ഒരു കാട്ടത്തിന്റെ മുകളിൽ അങ്ങ് തിരിഞ്ഞു പിരിഞ്ഞ് നോക്കിയില്ല. ഏത് അത്യയൊന്നും നോക്കിയില്ല, മുള്ളും നോക്കിയില്ല, ഇലയും നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. അവന്റെ ഏക ആഗ്രഹം മുള്ളല്ല, പ്രശ്നമല്ല, പ്രതിസന്ധിയല്ല, ശരീരം കീറുമെന്ന് അവൻ നോക്കിയില്ല, മുറിയും നോക്കിയില്ല, ചിലപ്പോൾ വന്ന് വീണാലോ എന്ന് നോക്കിയില്ല. അവന്റെ ഏക ആഗ്രഹം, എനിക്ക് എന്റെ യേശുവിനൊന്ന് കണ്ടാ മതി. ഓ, ഇന്ന് രാത്രി എന്റെ അപ്പനൊന്ന് കാണാൻ വന്ന പൈതലിനകത്ത് ഉണ്ടെങ്കിൽ നീ കാണുകയും ചെയ്യും, നിന്റെ കൂടെ യേശു വരികയും ചെയ്യും. നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ജീവിതത്തിനകത്ത് വലിയൊരു അത്ഭുതം സംഭവിക്കുകയും ചെയ്യും. വന്നിട്ട് കണ്ട് തിരിച്ച് അംഗീകരിക്കാൻ പറ്റാതെ തിരിച്ചു പോയാൽ നിനക്കൊന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. എന്നാ എന്റെ അപ്പനെ കണ്ട് എന്റെ അപ്പന്റെ കൂടെ എന്റെ അപ്പനെ കൊണ്ടുപോകാമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്നത്തെ ആരാധന ഒരു അനുഗ്രഹമാണ്, ഇന്നത്തെ ആരാധന വിടുതലാണ്, ഇന്നത്തെ ആരാധന അത്ഭുതമാണ്. നീ വന്നതുപോലെ തിരിച്ചു പോകരുത്. പിന്നെയോ ഈ വചനം കണ്ടിട്ട് എന്റെ യേശുമായി നീ തിരിച്ചു വീട്ടിൽ പോയാൽ വീട്ടിനകത്ത് സമാധാനം വരും, സന്തോഷം വരും, സ്വസ്ഥത വരും, ആശ്വാസം വരും, ധൈര്യം വരും, കെട്ടുകൾ പൊട്ടും, വേദന അഴിയും, ചങ്ങല അഴിയും, കുടുംബത്തിൽ ആശ്വാസം വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രുവിനെ കടക്കാൻ പറ്റത്തില്ല, ഇരുട്ടിന് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. പിശാചിന്റെ പ്രവൃത്തികളെല്ലാം അഴിയാൻ തുടങ്ങും. നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞ്, നിങ്ങൾ ദൈവശക്തിയിൽ നിറഞ്ഞ് യേശുവുമായി നിങ്ങളുടെ ഭവനത്തിനകത്ത് കയറിയിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ഭവന തലങ്ങൾക്കകത്തുള്ള അന്തരീക്ഷം മൊത്തം ഫ്രീയാകും. ഹല്ലേലൂയ. ഓ, ദൈവത്തിന് സ്തോത്രം. അന്തരീക്ഷം നീ ഫ്രീ ആയാൽ നിങ്ങൾ തന്നെ പറയും, ആരാധന നായകൻ നീരേ, ആരാധന വേണ്ടനും നീരേ, ആരാധന നായകൻ നീരേ, ആരാധന വേണ്ടനും നീരേ, ആയും മുടിയും വരെ ആയും മുടിയും വരെ
എൻ്റെ ആയുസ് തീരും വരെ, എൻ്റെ ജീവൻ പോകുന്നത് വരെ ഞാൻ എൻ്റെ അപ്പൻ്റെ സ്വന്തമാണ്. ആർക്കും എന്നെ അകറ്റാൻ പറ്റത്തില്ല. അങ്ങേ വിട്ട് എന്നെ അകറ്റാൻ ആർക്കും പറ്റത്തില്ല. എൻ്റെ ജീവൻ, എൻ്റെ ജീവിതവും, എൻ്റെ നടപ്പും, എൻ്റെ മുഴുവൻ അപ്പ അങ്ങിൽ തരുന്നത് പറയാൻ ഒരു വ്യക്തിക്ക് കഴിയണമെങ്കിൽ യേശുവുമായിട്ട് നടക്കാൻ തുടങ്ങണം. യേശുവിൻ്റെ കൂടെ നടക്കണം. യേശുവിനെ കൊണ്ട് വിട്ടു പോകണം. യേശുവിനോട് കൂടെ താമസിക്കണം. ജീവിതത്തിന്റെ എല്ലാ സമസ്ത മേഖലക്കകത്തും യേശുവിനോട് കൂടെ താമസിക്കുന്നെങ്കിൽ ആ വ്യക്തിക്ക് ഒന്നിനെ കുറിച്ച് എന്ത് ചെയ്യണ്ട, പേടിക്കാനേ ഇല്ല. ആര് കരുതിക്കൊള്ളും? ഈ ദൈവം കരുതിക്കൊള്ളും. ഈ സക്കായി എന്തെന്നറിയാമോ? ദൈവത്തിന് സ്വത്രം. അവൻ എങ്ങനെയുള്ളതെന്ന് കാണാൻ ശ്രമിച്ചു, പക്ഷെ പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. ഓ ദൈവത്തിന് സ്വത്രം. നിങ്ങൾ കർത്താവിന്റെ യഥാർത്ഥ വചനത്തിലേക്ക് സ്വത്രം വരാൻ ആഗ്രഹിക്കുന്നെന്ന് അറിയുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, ബന്ധുക്കൾ, നാട്ടുകാർ, കൂട്ടുകാർ എല്ലാം കളിയാക്കും, പരിഹസിക്കും, ഒറ്റപ്പെടുത്തും. പക്ഷേ അപ്പോഴും നിങ്ങൾ തിരിഞ്ഞു മാറരുത്. സ്വത്രം മുന്നോട്ട് തന്നെ ഓടണം. എന്തിനു വേണ്ടി? സത്യത്തിന് വേണ്ടി. എന്തിനു വേണ്ടി? വചനത്തിന് വേണ്ടി. എന്തിനു വേണ്ടി? യാഥാർത്ഥ്യത്തിന് വേണ്ടി. ദൈവകൃപയിൽ മുന്നോട്ട് തന്നെ ഓടണം. അപ്പൊ സക്കായി പുറകോട്ട് ഓടിയില്ല, പിന്നെ എങ്ങോട്ട് ഓടി? മുന്നോട്ട് തന്നെ ഓടി. കാട്ടത്തിയുടെ മുകളിൽ കയറി അവൻ കാത്തിരിക്കുകയാണ്. എന്നെ ആരും കാണല്ലേ? എനിക്ക് ആരെ കാണണം? എന്റെ യേശുവിനെ കാണണം. എന്നെ ആരും കാണണ്ട, എനിക്ക് എന്റെ യേശുവിനെ കാണണം. എന്നെ ആരും കാണണ്ടപ്പാ, എനിക്ക് എന്റെ യേശുവിനെ കണ്ടേ തീരൂ. അവന്റെ ആഗ്രഹം വലുത്, അവന്റെ ആവേശം വലുത്. എന്ത് വില കൊടുത്തവനിരിക്കുകയാണ്, എന്ത് വില കൊടുത്തവനിരിക്കുകയാണ്, എന്ത് വില കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ വില കൊടുത്തിരിക്കുന്നവന് അവന്റെ ഒരു ദൈവമുണ്ട്. ആരെങ്കിലും വില കൊടുത്തിരിക്കുമെങ്കിൽ അവൻ അറിയുന്ന ഒരു ദൈവം, ദൂരത്ത് നിന്ന് ചിന്തിക്കുന്ന ദൈവം. എന്റെ ദൈവം ദൂരെ നിൽക്കുക. ദൂരത്ത് നിന്ന് ദൈവം ചിന്തിച്ചു. ഒരുത്തൻ കാട്ടത്തിയുടെ മുകളിൽ, കാട്ടത്തിയുടെ മുകളിൽ എന്നെ കാണാൻ കാത്തിരിക്കുകയാണ് ഒരുത്തൻ. എന്റെ ദൈവം അത് തിരിച്ചറിഞ്ഞു. ദൈവം അത് തിരിച്ചറിഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്ന, വായിച്ച അടുത്ത വാക്യം. യേശു ആ വഴിയെ വരികയായിരുന്നു. യേശു ആ വഴിയെ വരികയായിരുന്നു. അടുത്ത വരി. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ, അവിടെ എത്തിയപ്പോൾ മേലോട്ട് നോക്കി, മുകളിലോട്ട്. അതുവരെ നോക്കിയില്ല അവിടെ. കാരണം എന്താ? കർത്താവിന് നേരത്തെ ഒന്ന് എത്തി നോക്കേണ്ട ആരും പറഞ്ഞു കൊടുക്കണം. കർത്താവിന് അറിയാം. ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവം, നടപ്പ് കിടപ്പ് ശോധന ചെയ്യുന്ന ദൈവം, നിരൂപണം അറിയുന്ന ദൈവം. ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അക്കരെ പോയി പാർത്താൽ, സങ്കീർത്തനം 139 വാക്യങ്ങളാണ് ഞാൻ പറയുന്നത്. അവിടെ പോയി പാർത്താലും അവന്റെ കൈ നമ്മളെ നടത്തും. ആകാശത്തിൽ പോയാൽ അവിടെയുണ്ട്, പാതാളത്തിൽ പോയാൽ അവിടെയുണ്ട്, എവിടെ പോയാലും അവിടെയുണ്ട്. സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന കർത്താവ് എന്നോട്, നിങ്ങളോട് പറയണം, മക്കളെ എന്നെ ഒളിച്ച്, ഇരമ്യാവിന്റെ പുസ്തകം 23:24 പറയുന്നു, എന്നെ മറഞ്ഞ് നിനക്ക് എവിടെ ഒളിച്ചിരിക്കാൻ പറ്റും? പറ്റത്തില്ല. നീ എവിടെ ഇരുന്നാലും അവിടെ ഞാൻ കാണുന്നുണ്ട്. നീ എവിടെ ഇരുന്നാലും ആ സ്ഥലം ഞാൻ കാണുന്നുണ്ട്. സക്കായി ഒളിച്ചായിരുന്നത്. സക്കായി ചിന്തിച്ചു, ഗലയുടെ മറവിൽ മറഞ്ഞിരിക്കാം. യേശു ഇത് താഴെ കൂടെ പോകുമ്പോൾ ഞാനൊന്ന് കാണുമല്ലോ, എനിക്കൊന്ന് കണ്ടു കിട്ടിയാൽ മതി. എനിക്കൊന്ന് ആഗ്രഹം നോക്കി, എനിക്കൊന്ന് കണ്ടു കിട്ടിയാൽ മതി, എനിക്കൊന്ന് കണ്ടാൽ മതി, എനിക്കൊന്ന് കണ്ടാൽ മതി. കാണാനുള്ള ആവേശം. പക്ഷെ അങ്ങനെ ആഗ്രഹിച്ച ദൈവം അവന്റെ ഹൃദയം കണ്ടു, ഹൃദയത്തിന്റെ ആവേശം കണ്ടു, ഹൃദയത്തിന്റെ ആഗ്രഹം കണ്ടു, ഹൃദയത്തിന്റെ ദാഹം കണ്ടു. കർത്താവേ, സത്യം യേശുവാണെങ്കിൽ എനിക്ക് കാണണം. സത്യവചനം യേശുവിന്റെ തിരുവചനമാണെങ്കിൽ എനിക്കത് അറിയണം. അവന്റെ ദാഹം വർദ്ധിച്ചു. യേശുവിനെ കാണാനും, യേശുവിനെ പ്രാപിക്കാനും, യേശുവിനെ സ്വീകരിക്കാനും, യേശുവിൽ ജീവിക്കാനുള്ള ദാഹം വർദ്ധിച്ചു. അവൻ കാട്ടത്തിയുടെ മുകളിൽ ഇരിക്കുമ്പോൾ യേശു അവൻ ഇരിക്കുന്ന സ്ഥലത്ത് വന്ന് മുകളിലേക്ക് നോക്കി. വചനപ്രകാരം ജീവിക്കാൻ ഒരാള് ആവേശമുണ്ടെങ്കിൽ ഞാൻ പറയാം, നിന്റെ മുറിക്കകത്ത് യേശു ഇറങ്ങും. വചനപ്രകാരം ജീവിക്കാൻ ആവേശമുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എത്ര പേർക്ക് അത് അംഗീകരിക്കപ്പെടുന്നിരിക്കാറില്ല. ശലോമോൻ കിടന്നുറങ്ങിയപ്പോൾ സ്വർഗ്ഗത്തിന് ദൈവം താഴെ വന്നിച്ചെന്ന് ശലോമോനോട് ചോദിച്ചു, മോനെ നിനക്ക് എന്ത് വരം വേണം? കർത്താവേ, അപ്പാ എനിക്ക് ഈ ജനത്തെ പരിപാലിക്കാൻ ജ്ഞാനത്തിന്റെ, വിവേകത്തിന്റെ വരം വേണം. എന്റെ ദൈവം ജ്ഞാനവും വിവേകവും മാത്രമല്ല കൊടുത്തത്, സമ്പത്തും. നമുക്ക് എല്ലാവർക്കും ഭാഗം അറിയാം, അതെടുക്കാൻ സമയം പോരാ. ഞാൻ പറയട്ടെ, സ്വത്രം, ഇന്ന് എന്റെ അപ്പ ഈ തിരുവചനം എന്ത് പറയുന്നു, എനിക്ക് ആൾക്കാർ എന്ത് പറയുന്ന അറിയട്ടെ. ഈ തിരുവചനം പറയുമ്പോൾ എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ആരെല്ലാം നിങ്ങളെ തന്നെ ദൈവകരങ്ങൾ കൊടുക്കുന്നുവോ അവരുടെ കൂടെ ഇന്ന് എന്റെ ദൈവം വരും. വീട്ടിനകത്ത് വരും, നിങ്ങളുടെ റൂമിനകത്ത് ഇറങ്ങും, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇറങ്ങി വരും. നിങ്ങളോട് ദൈവം വ്യക്തവും സ്പഷ്ടമായി വചനത്തിലൂടെ സംസാരിക്കും, വെളിപ്പാടിലൂടെ സംസാരിക്കും, സ്വപ്നത്തിലൂടെ സംസാരിക്കും, വചനം വായിക്കുമ്പോൾ അതിനകത്ത് സംസാരിക്കും. സക്കായി ഇരുന്ന സ്ഥലത്ത് യേശു അടുത്തിരുന്നു. സക്കായിയെ മുകളിലേക്ക് നോക്കി വിളിച്ചു, സക്കായിയെ സക്കായിയെ വേഗം ഇറങ്ങി വാ. സക്കായിയെ വേഗം ഇറങ്ങി അടുത്ത വരി. ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ, കണ്ടോ, കാത്തിരുന്നവന്റെ വീട്ടിൽ ആര് പോകുക? യേശുപ്പച്ചൻ പോകും. കണ്ടപ്പോൾ ആനന്ദം. നോക്കിയേ, നമ്മളെ വീട്ടിൽ ഒരാൾ പാർക്കാൻ വരുന്നെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? അത് എൻ്റെ ബന്ധുവിന്റെ ഒരു കല്യാണമാണ്, അതുകൊണ്ട് ഞാൻ ഇന്ന് അങ്ങോട്ട് നമ്മളെ വീട്ടിൽ പാർക്കാൻ വരുന്ന എന്ത് പറയും? എന്തെന്ന് പറയും? അത് സ്വത്രം, ഇന്ന് എനിക്കൊരു ആരാധന ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഇന്ന് നിങ്ങൾ പാർക്കാൻ വന്നാലൊന്നും ഇവിടെ
സ്വന്തം ഇല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും, എന്റെ ദൈവമേ വരാൻ പറഞ്ഞാലും നമ്മുടെ മനസ്സുകൊണ്ട് എന്ത് ചിന്തിക്കും, കഷ്ടകാലം പിടിക്കാൻ ഇവരെല്ലാം കൂടെ എന്റെ വീട്ടിൽ വന്ന രാത്രിയിൽ എന്ത് റെഡിയാക്കി, എപ്പോ റെഡിയാക്കി കൊടുക്കും, ഞാൻ എപ്പോ എല്ലാം റെഡിയാക്കി, ഇവർക്ക് അത് ഇഷ്ടപ്പെടും എന്നൊക്കെ നമ്മൾ ചിന്തിക്കൂലേ. പക്ഷെ സക്കായി അന്ന് ചിന്തിച്ചില്ല. എന്താ വായിച്ചേ? അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി. എങ്ങനെ ഇറങ്ങിയത്? ബന്ധപ്പെട്ട് ഇറങ്ങി. യേശുവിന്റെ വാക്ക് കേട്ട് സക്കായിയോട് സക്കായിയെ വേഗം ഇറങ്ങിയോ, നീ നിന്റെ വീട്ടിനകത്ത് ഇന്ന് ഞാൻ താമസിക്കാൻ പോയാ, ഇന്ന് ഇതിനകത്ത് വന്ന പൈതലെ, നീ വചനപ്രകാരം എന്റെ അപ്പനെ വന്ന് കാണാൻ ശ്രമിച്ചാൽ നിന്റെ വീട്ടിന്റെ അകത്ത്, നിന്റെ ഹൃദയം എന്ന വീട്ടിനകത്ത്, നീ പാർക്കുന്ന വീട്ടിനകത്ത് അപ്പനായും അമ്മയായും നായകനായും തുണയാളിയായും കൂടപ്പിറപ്പായും എല്ലാമായി കർത്താവായി രക്ഷകനായി നിന്റെ കൂടെ താമസിക്കാൻ യേശുവിന് ഇഷ്ടമാണ്. അപ്പനായും അമ്മയായും ദൈവമായും എല്ലാമായും വേണം, യേശുവേ വേണം. അപ്പനായും അമ്മയായും എല്ലാമായും യേശുവേ വേണം, യേശുവേ വേണം. യേശുവേക്കാൾ വേറൊന്നും വലുതായിട്ട് ഈ പാൽ എനിക്കൊന്നുമില്ല. ഇനിയുള്ള കാലം ഞാൻ അങ്ങേക്കായി ജീവിക്കും. എന്റെ അപ്പ സക്കായി പറഞ്ഞതുപോലെ, അപ്പ സക്കായി ഇറങ്ങി വന്നതുപോലെ എന്റെ എല്ലാം മുകളിലിരിക്കുന്ന അവസ്ഥകൾ വിട്ട് ഞാൻ കീഴോട്ട് എന്റെ അപ്പൻ നിൽക്കുന്ന സ്ഥലത്ത് ഇറങ്ങി വരുക. എന്റെ പാർശ്വഭാവം വിട്ട്, എന്റെ അശുദ്ധി വിട്ട്, എന്റെ കള്ളം വിട്ട്, എന്റെ കവളം വിട്ട്, ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള ജീവിതം വിട്ട് ആ മുകളിൽ നിന്ന് താഴേക്ക് അങ്ങ് നിൽക്കുന്നിടത്തേക്ക് അപ്പ ഇറങ്ങി വരാ ഞാൻ ഒരുക്കമാണ്. എന്റെ പൊങ്ങച്ച വിട്ട്, എന്റെ അഹങ്കാരം വിട്ട്, ഞാൻ എന്തോ ആണെന്ന് എന്നിലുള്ള എന്നെ വിട്ട് പുറത്തു വരാൻ ഞാൻ ഒരുക്കമാണെന്ന് ആരെല്ലാം ഇറങ്ങി വരുമോ, ഇറങ്ങി വരുന്നവരുടെ കൂടെ ഇന്നേശം പാർക്കും. ഹല്ലേലൂയ. ഇവൻ ചോടി ഇറങ്ങി യേശുവിന്റെ അടുത്ത് വന്നു. അടുത്തവര് വായിച്ചേ. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ. എങ്ങനെയാണോ ബന്ധപ്പെട്ട് ഇറങ്ങി അടുത്തവര് സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. നമ്മളെ എങ്ങനെ കൈക്കൊള്ളു? ഒരാളിനെ വീട്ടിൽ കൊണ്ടുപോകുമ്പോ സന്തോഷത്തോടെ കൈക്കൊള്ളു. അത് ഇനിയിപ്പോ എന്തുണ്ടായി കൊടുക്കും, എന്ത് ചെയ്യും, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. പക്ഷെ ഇയാളങ്ങനെയല്ല, അങ്ങനെ സ്വീകരിച്ചു, സന്തോഷത്തോടെ സ്വീകരിച്ചു, വീട്ടിൽ കൊണ്ടുപോയി. അടുത്ത വഴി. കണ്ടവർ എല്ലാം അവൻ പാപിയായ മനുഷ്യനോട് ഒന്നും രണ്ടും ആൾക്കാരല്ല, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ കണ്ടവരെല്ലാം ഒരു കാര്യം സംസാരിച്ചു. യേശു നോക്കിയപ്പോ ഈ കള്ളന്റെ കൂടെയാ പോകുന്നത്, ഈ ചുങ്കക്കാരന്റെ കൂടെ പോകുന്നത്, ഈ സക്കായി കള്ളനല്ല, ഇവന്റെ കൂടെ യേശു വിശുദ്ധനാകുന്ന യേശു പോവുകയാണ്. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, യേശു വന്നത് വിശുദ്ധരെ നേടാനല്ല, പിന്നെ അതെ പാപികളെ രക്ഷിപ്പാനാണ് യേശു വന്നത്. വിശുദ്ധരെ രക്ഷിക്കാനല്ല യേശു വന്നത്, പാവിയെ രക്ഷിക്കാൻ. അതാ യേശു പാവികളോട് നടന്നത്. ദൈവത്തിന് സ്വന്തം. എന്നാ സക്കായിയുടെ കൂടെ പോയി അവര് പിറുപിറുത്തു. അടുത്തവര് വായിച്ചേ. പോയി എന്നും പറഞ്ഞ് പിറുപിറുത്തു. സക്കായോ കർത്താവിനോട് നോക്കിയേ, യേശുവിനെ ഒരാൾ കണ്ടാൽ, ഞാൻ കൺവെൻഷനിൽ പ്രസംഗിച്ച് ഇവര് 2 ഇട്ടിട്ടുണ്ട്. ക്യാമറ ഇവിടെ ശരിയാക്കി കൊണ്ടുവന്ന്, ക്യാമറ കംപ്ലൈന്റ് ആയതുകൊണ്ടാണ് സ്വത്രം വോയിസ് മാത്രം അതിൽ വരാനിടയായി തീർന്നത്. അതിനു മുമ്പുള്ള എല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ശരിയാക്കി കൊണ്ടുവന്നു. സംഭവം വീണ്ടും അതെന്തോ കംപ്ലൈന്റ് പറ്റി. ദൈവത്തിന് സ്വത്രം. അപ്പൊ ആ പ്രസംഗത്തിന് ഞാൻ പറഞ്ഞു ഒരെണ്ണത്തില് സ്വത്രം, ഒരു വ്യക്തി യേശുവിനെ കണ്ടാൽ അവിടെ നിൽക്കത്തില്ല, പൊട്ടിക്കനി. സക്കായി യേശുവിനെ കണ്ടപ്പോൾ അവന്റെ പാപം വെളിപ്പെട്ടു. കണ്ടോ? യേശുവിനെ കണ്ടു, യേശുവിന്റെ കൂടെ നടക്കാൻ അങ്ങോട്ട് തുടങ്ങിയത് അവൻ നടക്കാൻ പറ്റത്തില്ല. അവൻ പറയുന്നത്, കർത്താവേ, എന്തോന്നാ പറഞ്ഞ? വായിച്ച അടുത്ത വരി. കർത്താവേ, എന്റെ വസ്തുവകയിൽ ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ടോ. അകത്ത് കിടന്ന പാവമല്ല യേശുവിനെ കണ്ടപ്പോ വെളി വന്നു. യേശു കുത്തി പറഞ്ഞതാണോ പാവം? നീ ഇന്ന പാപം ചെയ്തു സക്കായിയെ, നീ വിട്ടുവാ എന്ന് പറഞ്ഞോ? ഇല്ല. പിന്നെയോ, യേശു നടന്നപ്പോഴേ സക്കായിയുടെ പാപം വെളി വന്നു. കണ്ടോ? നമ്മൾ യേശുവിന്റെ കൂടെ നടക്കുമ്പോൾ നമ്മൾ ആരും പറഞ്ഞിരട്ടെ, യേശു നമ്മളെ കൂടെ നടന്നാൽ മതി, നമ്മളിലുള്ള കുറവുകളെല്ലാം വെളിയിൽ വരും. നമ്മൾ മുട്ടുമടക്കും. അപ്പനോട് പറയും, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ ജീവിക്കും ഞാൻ, സത്യസാക്ഷിയ ജീവിക്കും ഞാൻ, അങ്ങിൽ ചേർന്ന് ജീവിക്കും ഞാൻ, സത്യസാക്ഷിയ ജീവിക്കും ഞാൻ. സക്കായി യേശുവിനെ കണ്ട ഉടനെ പറഞ്ഞു, കൂടെ നടക്കാൻ തുടങ്ങിയപ്പോഴേ, അപ്പച്ചാ ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ വായിച്ചേ.
വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ. 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അടുത്തവന് യേശു അവനോട്, നോക്കിയേ, ഇങ്ങനെ നടന്ന് യേശു സക്കായി കൂടെ ഇങ്ങനെ എവിടെ എത്തി? സക്കായിയുടെ വീട്ടിന്റെ പടിയിൽ എവിടെ എത്തി? പടിയിൽ എവിടെ എത്തി? അടുത്തവന് ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇവനും അബ്രഹാമിന്റെ മകൻ ആകയാൽ ആ. ഇന്ന് ഈ വീട്ടിനെ, ഇത് പറഞ്ഞപ്പോ കാലേശു പോക്കി, ഇന്ന് ഈ വീട്ടിനെ രക്ഷ വന്നു. ചവിട്ടി. ആണോ? അത്രയും ദൂരം നടന്നപ്പോൾ, കുറച്ചു ദൂരം കാട്ടത്തിയുടെ അവിടെ മുതൽ യേശു സക്കായിയുടെ വീട് വരെ നടന്നപ്പോൾ ഇവന്റെ സകലമാന പാപങ്ങൾ കണ്ടോ. യേശു എന്ന് പറഞ്ഞതല്ല, താനെ യേശുവിനെ കണ്ടപ്പോൾ ഇവന്റെ മുഴുവൻ, നമ്മൾ യേശുവിന്റെ കൂടെ നടന്നാൽ സഹോദരങ്ങളെ നമ്മുടെ പാപം വെളിപ്പെടും. യേശുവിന്റെ വചനത്തെ സഞ്ചരിച്ചാൽ, വചനം വായിച്ചാൽ, പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയ, ദൈവത്തിന്റെ അടുക്കൽ ഇരുന്നാൽ നമ്മുടെ കുറവ് വെളിപ്പെടും. യേശു സക്കായി കൂടെ നടന്ന് സക്കായിയുടെ വീട്ടിന്റെ മുറ്റത്തെത്തിയപ്പോൾ വാതിന്റെ പടിയിൽ ചവിട്ട് മുൻപ് സക്കായി വിളിച്ചു പറയണം, അപ്പച്ചാ, ഞാൻ പാപം ചെയ്തെല്ലാം തിരിച്ചു കൊടുക്കാൻ ഒരുക്കമാണ്. പറഞ്ഞു തീർന്നത് യേശു കാടെടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. കണ്ടോ, യേശു കർത്താവ് ആ സക്കായിയുടെ വീട്ടിൽ കയറി. അന്ന് മുതൽ അവന്റെ വീട് വിടുവിക്കപ്പെട്ടു. ഇന്ന് ഞാൻ പറയട്ടെ, ഞാൻ തിരിക്കുന്ന പ്രിയരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സക്കായിയുടെ കൂടെ പോയ യേശു കൂടെ പോകുമ്പോൾ പാപം ഉണർന്നു. 2, ഇവൻ അബ്രഹാമിന്റെ മകനായി, എന്റെ ദൈവത്തിന്റെ മകനായി. ഇന്ന് ഈ വചനം കേട്ടിട്ട് തിരിച്ചു പോകുമ്പോൾ 18-ാം അധ്യായത്തിൽ കണ്ട ആ യുവാവിനെ പോലെ സ്വത്രം എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല കർത്താവെ എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന ആളായിട്ടല്ല, പിന്നെയോ കർത്താവെ, അങ്ങേക്കായി ഇനിയുള്ള നാളുകൾ, ഇനിയുള്ള ജീവിതം യേശുപ്പന്റെ വചനത്തിൽ എനിക്ക് ജീവിക്കണം, എന്നോട് സംസാരിക്കണം. വചനത്തിന്റെ വള്ളിയും പുള്ളിയും തെറ്റാതെ എനിക്ക് പറഞ്ഞു തരണപ്പാ. ഇതിനകത്തൊരു സത്യമുണ്ട് സഹോദരങ്ങളെ, ഇതിനകത്ത് വചന യാഥാർത്ഥ്യമുണ്ട്. ഈ വചനത്തിനകത്ത് ആ സ്വത്രം ധ്യാനിക്കും തോറും ഇതിനകത്ത് ഒരുപാട് കാര്യമുണ്ട്. ഹല്ലേലൂയ. പുറമെ കാണുന്നതല്ല, ഇതിനകത്ത് ആഴം, സ്വർണ്ണ കനി പോലെ വെട്ടിയെടുക്കാൻ ഈ വചനത്തിനകത്തുണ്ട്. ഇത് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് ആഴമായിട്ട് ആരൊക്കെ പ്രാർത്ഥിക്കുമോ അവർക്ക് ഈ വചനം ഇറങ്ങിച്ചെന്ന് വലിയ വിടുതൽ നൽകും. യേശുവിന്റെ കൂടെ സക്കായി നടന്നു. സക്കായിയുടെ പാവം എല്ലാം വെളിപ്പെട്ടു. ഹല്ലേലൂയ. ആൾക്കാർ പിറുപിറുത്തു. പക്ഷെ ആൾക്കാർ പിറുപിറുത്തെങ്കിലും ഇവൻ മാനസാന്തരപ്പെട്ടു. ഇവന്റെ ജീവിതം മാറി. ഇവന്റെ വീട്ടിനകത്ത് യേശു കാറ്റോട്ടി. ഇവന്റെ രൂപം മൊത്തത്തിൽ മാറി. ദൈവത്തിന്റെ വായി തന്നെ വന്നു, ഇവൻ അബ്രഹാമിന്റെ മകൻ. അടുത്ത് ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. 3, ഈ കാണാതെ പോയതിനെ വായിച്ചേ. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ. ഇവൻ കാണാതെ പോയി, പക്ഷെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നതെന്ന് പറഞ്ഞു. മതി. ഹല്ലേലൂയ. 2 ഭാഗം നമ്മൾ കേട്ടു. 1, ഒരുത്തൻ ദൈവത്തിന്റെ അടുക്കൽ വന്നു, വചനം കേട്ടു, പറ്റിയില്ല, ഒരു തെറ്റേ ഉള്ളൂ, ഇട്ടിട്ട് തിരിച്ചുപോയി. പക്ഷെ മറ്റവൻ അങ്ങനെയല്ല. കണ്ടോ, കാണാൻ വന്നു, കണ്ടു, യേശുവിനെ കാണാൻ വേണ്ടി വന്നതാണ്, കണ്ടു, സ്വത്രം യേശുവിനോട് സംസാരിച്ചു നേരിട്ട്. പക്ഷേ മറ്റതങ്ങനെയല്ല, ആഗ്രഹിച്ചതിന്റെ അടുക്കൽ ദൈവം വന്നു. ദൈവം അവനെ ഇറക്കി, അവന്റെ കൂടെ നടന്നു, വീട്ടിൽ കയറി, അവനോടൊപ്പം താമസിച്ചു. കർത്താവ് പറഞ്ഞു, മകനെ, അവനും ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കാണാതെ പോയ മക്കളെ രക്ഷിക്കാനാണ് യേശു വന്നത്.